അടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കടുവ ഇളകാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയധികം വലിയൊരു കടുവൻ്റെ അടുത്ത് ഈ ഒരു അടുത്ത് തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പട്ടായയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോ പൊട്ടി മാർക്കറ്റിലൂടെ ഇങ്ങനെ നമ്മൾ വഞ്ചിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊരു വിദേശ യാത്രയിലാണ്. ടി സ്റ്റെയിൻസ് ഇൻ്റർനാഷണൽ കമ്പനിയുടെ ഡീലേഴ്സിനുള്ള വിദേശ യാത്രയിലാണ്. തായ്ലൻഡിലാണ് ഇപ്പോൾ. തായ്ലൻഡിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ടൈഗർ ടോപ്പിയ സൂവിലാണ് നിൽക്കുന്നത്. നമ്മളെ സ്റ്റെയിൻസ് കമ്പനിയുടെ മാനേജറുണ്ട് റോയ് സാറ്. ഞങ്ങളെല്ലാവരും ഒരു 4 ദിവസത്തെ ട്രിപ്പ് അല്ലേ, 4 ദിവസത്തെ ഒരു യാത്രയിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ആദ്യമായിട്ട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ 8 പേരാണുള്ളത്. നമ്മുടെ കൂടെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പരിചയപ്പെടാം നമുക്കെല്ലാവർക്കും. നമ്മുടെ ചാക്കോച്ചൻ ചേട്ടനുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാജീവേട്ടൻ, അതുപോലെ ജിൻഡോ വടക്കാഞ്ചേരി, അതുപോലെ സോമേട്ടൻ ചേളാരി അല്ലേ, ഇവരെ 2 പേരും കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ നമ്മൾ വീഡിയോയിൽ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നമ്മൾ വളരെയധികം പേടിക്കുന്ന സിംഹങ്ങളും കടുവകളൊക്കെ നമുക്കൊരു ഭയവുമില്ലാതെ അവരെ കൂടെ നിന്ന് ശുശ്രൂഷിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇവിടുത്തെ. നമ്മളെ റോയ് സാറ് കടുവൻ്റെ വളരെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ഇത് ഏകദേശം 8ാമത്തെ 9ാമത്തെ യാത്രയാണ്. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു പേടിയോ കാര്യമില്ലാതെ വളരെ സൗഹൃദത്തോടു കൂടി തന്നെയാണ് അവർ നിൽക്കുന്നത്. കടുവയുടെ ഇത്ര അടുത്ത് നിൽക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. കടുവ ഇളകാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്രയധികം വലിയൊരു കടുവൻ്റെ അടുത്ത് ഈ ഒരു അടുത്ത് നിന്ന് അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ പല വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത് നമ്മളിങ്ങനെ കടുവൻ്റെ കൂടെ നിൽക്കുന്നത്. നമ്മൾ ഫുക്കറ്റ് യാത്ര പോയതിനേക്കാളൊക്കെ കുറച്ചുകൂടി നമ്മൾ ടൈഗറിനെ വളരെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ചെറിയൊരു ചങ്ങലയിൽ അവിടെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇത്രയും അടുത്ത് ഈ ഒരു വലിയ കടുവയുടെ അടുത്ത് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ വലിയൊരു ആശ്ചര്യം തന്നെയാണ്. അങ്ങനെ ടൈഗർ ടോപ്പിയയിലെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ മറ്റൊരു അത്ഭുത ലോകത്തേക്കാണ് പോകുന്നത് കേട്ടോ. നോന്നൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇവിടേക്ക് പോകുന്നതിന് മുമ്പുള്ള ഫ്രൂട്ട്സുകളുടെയൊക്കെ മാതൃകയാണ്. ഏകദേശം ഒരു ചെറിയ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വരേണ്ട ഒരു മാതൃക. അങ്ങനെ നമ്മൾ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളതുപോലെ എയർപോർട്ടിലേക്ക് കയറുന്ന പോലെയുള്ള അത്രയും നീറ്റായിട്ടുള്ള ഒരു എൻട്രിയിലൂടെ കയറുന്നത്. നോന്നൂച്ച് ട്രോപ്പിക്കൽ ഗാർഡൻ്റെ നല്ലൊരു ഫ്രെയിമാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സസ്യങ്ങളും മറ്റ് കാഴ്ചകളൊക്കെ ഇവിടെ ഉള്ളത്. ആൾ ഇൻ വൺ പ്ലാറ്റ്ഫോം എന്നാണ് ഇത് അറിയപ്പെടുന്നതിന്. അത് ഒരുപാട് ഗാർഡനുകളുണ്ട്, മൃഗങ്ങളുണ്ട്, മത്സ്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ മാതൃകയും ഇതിൻ്റെയൊക്കെ ഒറിജിനലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്ന് പറഞ്ഞാൽ ഈ ആന പ്രദർശനം തന്നെയാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇതൊരു ജനപ്രിയ ആകർഷണമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്ക് നാട്ടിലൊക്കെ ഒരുപാട് ആനകളെ കാണാൻ സാധിക്കുമെങ്കിലും ഇവിടെ വരുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. അതുപോലെ തന്നെ ഈ ഒരു മൃഗങ്ങളുടെ മാതൃകകൾ നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. നമുക്ക് നടന്ന് പോവുകയാണെങ്കിൽ ഇതൊന്നും ഒരു ദിവസം കൊണ്ടും നമുക്ക് തീർക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു വാഹനത്തിലാണ് നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 4-5 മണിക്കൂർ എന്നാലും നമുക്ക് ഈ ഒരു ഭാഗങ്ങൾ ഫുള്ള് കവർ ചെയ്യാൻ സാധിക്കും. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിലാണ്. നമ്മളെ അംഗങ്ങളെല്ലാവരും ബാക്കിലിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാട്ടോ. ഓരോ എന്താ പറയുക, ഗാർഡനുകൾ എങ്ങനെ അത് ഒറിജിനലായിട്ടുണ്ട്, പിന്നെ നമ്മളത് നിർമ്മിച്ച് വെക്കുന്ന രീതിയിലുണ്ട്. പൊതുവെ ചൂട് കാലാവസ്ഥയാണെങ്കിലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാം കാണാൻ നല്ലൊരു കാലാവസ്ഥയിൽ തന്നെ വലിയ ചൂടൊന്നുമില്ലാതെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുകയുണ്ട്. വളരെ നീറ്റായിട്ട് തന്നെ കേട്ടോ എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. വളരെ വലിയ മത്സ്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അവർക്ക് ഭക്ഷിക്കാൻ പ്രത്യേക ഭക്ഷണങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മളത് വാങ്ങിച്ചിട്ട് കൊടുത്താൽ നമ്മളടുത്തേക്ക് വരുന്നതാണ്. വീണ്ടും നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് മൃഗങ്ങളുടെ മാതൃകകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നല്ല അടിപൊളിയായിട്ട് തന്നെ ഗാർഡനുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് പല മൃഗങ്ങളുടെയും മാതൃകകളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളെക്കാളും അല്ലെങ്കിൽ അത്തരം മൃഗങ്ങളെ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നതിനേക്കാളും ചിലവായിരിക്കും ഇതൊക്കെ നിർമ്മിക്കുന്നതും ഇതുപോലെ പരിപാലിക്കുന്നതും.
ഇത് നമ്മളെ പട്ടായയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ഈ ഒരു ഗാർഡനിലേക്കുള്ള ദൂരം കേട്ടോ. അതുകൊണ്ട് തന്നെ നോങ്നൂങ് പട്ടായ ഗാർഡൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഏകദേശം 1980-ലാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ചുറ്റി കറങ്ങുകയാണെങ്കിൽ 2.5 കിലോമീറ്ററോളം ഇതിൻ്റെ ദൂരമുണ്ട്. 500 ഭാഗത്താണ് വിദേശികൾക്ക് ഇങ്ങോട്ടുള്ള എൻട്രി ഫീ വരുന്നത്. നമ്മളെ വണ്ടിയിലെ സാരഥി ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കോമഡികളൊക്കെ അടിക്കുന്നുണ്ട്, അവർ ഓരോ തമാശകളൊക്കെ പറയുന്നുണ്ട്. ലോകോത്തര നിലവാരമുള്ള 50 പ്രകൃതിദത്ത ഉദ്യാനങ്ങളിലെ അന്താരാഷ്ട്ര സസ്യങ്ങളുടെ തന്നെ ഒരു ശേഖരം ഇവിടെ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ചതും മനോഹരവുമായിട്ടുള്ള ഗാർഡനുകളൊന്നാണ് ഈ ഗാർഡൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്തെവിടെയുമുള്ള ഏറ്റവും വലിയ ഉഷ്ണമേഖല സസ്യങ്ങളുടെ ശേഖരവും ഇവിടെ ഉണ്ട്. സമൃദ്ധമായി പുഷ്പിക്കുന്ന പൂന്തോട്ടങ്ങളുടെ ഭംഗി ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയതയും അത് പ്രകടമാകുമ്പോൾ നമ്മൾ നോങ്നൂച്ചിൻ്റെ അതിൻ്റെ പുഷ്പ സൗന്ദര്യത്തിന് മാത്രമല്ല ഇവയുടെ സാംസ്കാരിക അനുഭവങ്ങളുടെയും പേര് കേട്ടതാണ്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ വെച്ചത് കാണുമ്പോൾ നല്ലൊരു വൃത്തിയായിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് പോലെ തന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ നമ്മളൊന്ന് തമാശയിൽ ഒന്ന് നുള്ളാനും അതുപോലെ പറിക്കാനൊക്കെ ശ്രമിക്കും. ഇവിടെ അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. എല്ലാം വളരെ അടിപൊളിയായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളതും നമുക്കെല്ലാം അതിൻ്റെ ആ ഒരു ഭംഗിയോട് കൂടി തന്നെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഓരോ കാഴ്ചകൾ കാണുമ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് അവരുടെ ക്രമീകരണങ്ങളും മറ്റെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദിനോസറുകളും അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള കാണാൻ സാധിക്കാത്ത ഒരുപാട് മൃഗങ്ങളുടെ നിർമ്മിതികളും അത് എത്രത്തോളം വലുപ്പമാണെന്നുള്ളത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. അത്രയും വലുപ്പത്തിൽ തന്നെ ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ നിർമ്മാണമൊക്കെ നമ്മളെ അങ്ങേയറ്റം ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അത് നിർമ്മാണം മാത്രമല്ല, അത് അത്തരം രീതിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ അവരതിനെ പരിപാലിക്കുന്നുണ്ട്, അതിനെ സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ തായ്ലൻഡിൽ വന്നിറങ്ങിയ ദിവസം ആദ്യ ദിവസം പട്ടായയിലാണ്, പക്ഷേ 2 ദിവസം പട്ടായും അതിന് 2 ദിവസം ബാങ്കോക്കിലാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ നമ്മൾ വന്നിറങ്ങിയ ഉടനെ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഈ ഒരു നോങ്നൂച്ച് ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മളെ ഒരു യാത്രയിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. നമ്മൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ പല രീതിയിൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പിന്നിടുന്ന ഓരോ കാഴ്ചകളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏകദേശം വാഹനത്തിൽ നമ്മൾ കയറി കാണേണ്ട ഒരുവിധം ഏരിയകളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ച് ഏരിയകൾ കാണാനുണ്ട്. നമുക്ക് അടുത്തത് ലഞ്ച് കഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഷോകളുണ്ട്, നൃത്ത സംഗീത പരിപാടികളൊക്കെ ഉണ്ട്, അതെല്ലാം കാണേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പാണ്, ലഞ്ചിന് മുമ്പാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ അവർ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഉള്ള കാഴ്ചകളെ കണ്ടതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റേജ് പരിപാടികളുണ്ട് കേട്ടോ. നമ്മളെ തായ്ലൻഡിൻ്റെ പരമ്പരാഗത കലാരീതികൾ, നൃത്ത പരിപാടികൾ, ഡ്രം പ്രകടനങ്ങൾ, അതുപോലെ ഇവിടുത്തെ ആയോധന കലാപ്രദർശനങ്ങൾ, അതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ തന്നെ ചില ആനക്കുട്ടന്മാരുണ്ട്, നല്ല രസമാണ് അവരായിട്ട് ഇങ്ങനെ കളിച്ചിരിക്കാനൊക്കെ. അവർ നമ്മളെ കയ്യിൽ പിടിക്കുന്നു, നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെ. ഏകദേശം വൈകിട്ടോട് കൂടിയിട്ട് ഞങ്ങൾ ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്തിട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് ഇവിടുത്തെ കുറേ ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമ്മൾ കേട്ടറിഞ്ഞതായിട്ടുള്ള ഒരുപാട് ഫുഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ എത്തിയിട്ടുള്ളത് അൽക്കാസർ ഷോ എന്ന് പറയും. ഇവിടെ തായ്ലൻഡിൽ എത്തിക്കഴിഞ്ഞാൽ പട്ടായയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഷോയാണ്. 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ ഷോയിൽ ഏകദേശം 8-10 ആക്റ്റുകളാണുള്ളത്. ഏറ്റവും കഴിവുള്ള കലാകാരന്മാർ അവരുടെ സംഗീതമനുസരിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി കാഴ്ച തന്നെയാണുള്ളത്. പട്ടായ സന്ദർശിക്കുമ്പോൾ നമ്മൾ എന്തായാലും കാണേണ്ടതായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് അൽക്കാസർ ഷോ. അതിനുശേഷം ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. വിദേശികളെയും സ്വദേശികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ തെരുവിലുണ്ട്. പ്രധാനമായും നൈറ്റ് ലൈഫാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ലൈവ് മ്യൂസിക് വേദികൾ, ക്ലബ്ബുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ 2ാമത്തെ ദിവസമുണ്ട്. നമ്മൾ ഇന്നും പട്ടായയിൽ തന്നെയാണ്. നമ്മുടെ ട്രിപ്പിൽ 2 ദിവസം പട്ടായയും അതുപോലെ 2 ദിവസം ബാങ്കോക്കാണ്.
അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു ഐലൻഡ് യാത്രയാണ്. ഇവിടുത്തെ സ്പീഡ് ബോട്ടിലാണ് പോകുന്നത്. ഒരുപാട് ആളുകളുണ്ട്, നല്ല ക്രൗഡുണ്ട്. ഇത് നമ്മളെ സതീശൻ സാറ് പുന്നൂർക്കുളം ബാങ്ക് സെക്രട്ടറിയാണ്. ഇന്നലെ പരിചയപ്പെടുത്തിയിട്ടില്ല, ഇന്നലെ ബാക്കിയുള്ള. അപ്പോൾ നമ്മളെ ബോട്ടെത്തി, ബോട്ടിൽ കയറുകയാണ്. നമ്മളെ പട്ടായ സിറ്റിയാണ് കാണുന്നത് കേട്ടോ. നമ്മൾ അവിടെ നിന്നാണ് ഇതുപോലെയുള്ള സ്പീഡ് ബോട്ടിൽ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇനി ഇവിടുന്ന് കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 2 ഐലൻഡാണ് കോറൽ ഐലൻഡ്, ഒരു ഐലൻഡ് കോറൽ ഐലൻഡാണ്. പിന്നെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. നല്ല അടിപൊളി ബീച്ചാണ് കേട്ടോ. അങ്ങനെ കോർലാൻഡിൽ എത്തിട്ടോ. ഇവിടെ നമ്മൾ പട്ടായയിലെ ബീച്ചിനെ പറ്റിയൊന്നും പറയാതിരിക്കാൻ നല്ലത്. നല്ല അടിപൊളി ബീച്ചാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഞങ്ങളെല്ലാവരും ബോട്ടിൽ വന്നിറങ്ങി. ബോട്ട് യാത്ര ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. നമ്മൾ ഫുക്കറ്റിലൊക്കെ പോയിരുന്ന ഇതിനേക്കാളും കുറച്ച് വലിയ ബോട്ടായിരുന്നു, യാത്രയ്ക്ക് പ്രയാസം. ഇത് ഭയങ്കര കുലുക്കം, നമ്മളല്ലേ കല്ലുമ്മലൊക്കെ ഇടിക്കണ പോലെയായിരുന്നു ബോട്ട് യാത്ര. എന്തായാലും വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കോക്കനട്ടിൻ്റെ വിലയാണ് കേട്ടത്. 70 ബാത്താണ് ഒരു കോക്കനട്ടിനുള്ള വില. 70 ബാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ബാത്ത് ഏകദേശം 2 രൂപ 60 പൈസയാണ്. അപ്പോൾ ഏകദേശം 175 രൂപയോളം വരുന്നുണ്ട് ഒരു കോക്കനട്ടിന്. അത്തരം നമുക്ക് സുലഭമായി കിട്ടുന്ന ചില സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് ഒരു ബോട്ട് പാക്ക് മാംഗോ വാങ്ങിട്ടോ. ഇതിന് 50 ബാത്താണ് ഇവിടുത്തെ ചാർജ് പറഞ്ഞത്. നല്ല ഭംഗിയുള്ള മാംഗോ ആണ്. ഇതിന് ടേസ്റ്റ് എങ്ങനെയുള്ള കഴിച്ചിട്ട് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റുള്ള അടിപൊളി മാംഗോ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ ഒരു ബീച്ചിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിങ്ങനെ കഴിക്കുമ്പോൾ അതൊരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ്. നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കുളിക്കാൻ നല്ല രസമാണ് കേട്ടോ. സ്നോക്കലിങ്, സ്ക്യൂബ ഡൈവിങ്, അതുപോലെ പാരാസൈക്ലിങ് എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഊർജ്ജസ്വലമായ പകപ്പറ്റുകൾക്ക് പേര് കേട്ട നമ്മളെ കോറൽ ദ്വീപിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ മടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസം വൈകുന്നേരം പട്ടായയിലെ ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് കേട്ടോ. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൂടെ ഇങ്ങനെ നമ്മൾ വഞ്ചിയിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 400-ലധികം കടകൾ ഇവിടെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവരുടെ ഒരു പാരമ്പര്യത്തെ വിളിച്ചോതുന്ന ഒരു കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കാശ്മീരിലെ ദാൽ ലേക്കിലൂടെ ഒക്കെ പോകുന്ന ഒരു ചെറിയ ഫീലിംഗ് ഉണ്ട്. ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും തിരിച്ച് നടക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഒരു രീതി എങ്ങനെ വെച്ചാൽ, വൺ സൈഡ് അവർ വഞ്ചിയിൽ കൊണ്ടുവന്ന എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. തിരിച്ച് നമ്മൾ ഈ മാർക്കറ്റുകളൊക്കെ കണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. 2008-ലാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് സ്ഥാപിതമായിട്ടുള്ളത്. പരമ്പരാഗതമായ തായ് കരകൗശല വസ്തുക്കളാണ് മെയിനായിട്ട് ഇവിടെ വിൽപ്പന നടത്തുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. പുരാതന തായ് ജീവിതശൈലി നമുക്കിവിടെ അറിയാൻ സാധിക്കും. അവരുടെ ആ ഒരു കൾച്ചറൊക്കെ അവരിവിടെ പ്രത്യേകം പ്രദർശിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് സാധനങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വാങ്ങിക്കാം. ഫുഡുകളുണ്ട്. ഇവിടെ നല്ല കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫുഡ് തന്നെയാണ് ഈ മുതലയുടെ മാംസം എന്നുള്ളത്. അതും ഇവിടെയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫുഡുകളുണ്ട്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ 2 ദിവസത്തെ പട്ടായ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 2 ദിവസം ബാങ്കോക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട്
നാളെ അതിരാവിലെ ബാങ്കോക്കിലേക്ക് പോകുന്നതാണ്.